നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അറിയിപ്പാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ളത്. ഈ വരുന്ന മെയ് മാസം 1, 2, 3, 4, 5 തീയതികളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധി ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ 1, 2 തീയതികളിലായിട്ടാണ് ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. പലർക്കും ഉള്ളൊരു സംശയമാണ് കേട്ടോ. കാരണം ഞാൻ എല്ലാ മാസവും ഈ ശുദ്ധി ചടങ്ങുകളെ കുറിച്ചും അതിൻ്റെ ദർശന നിയന്ത്രണത്തെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ അപ്പോഴും എല്ലാവർക്കും സംശയമാണ്. ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ തൊഴാൻ പറ്റുമോ, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ തൊഴാൻ പറ്റുമോ, പിന്നെ ഏത് സമയത്താണ് നിയന്ത്രണം ഉള്ളതെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു സംശയം എപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. 1, 2 തീയതികളിലായിട്ടാണ് ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നത്. 1-ാം തീയതി വൈകിട്ടും 2-ാം തീയതി രാവിലെയും. 1-ാം തീയതി വൈകിട്ട് മാത്രമാണ് ദർശന നിയന്ത്രണം ഉള്ളത് കേട്ടോ. അത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എന്നേ ഉള്ളൂ. അപ്പം അന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, സാധാരണ പോലെ ഭഗവാനെ ദർശിച്ച് മടങ്ങാനായിട്ട് സാധിക്കും. 1-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നത് വരെയാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശന നിയന്ത്രണം ഉള്ളത്. പക്ഷെ ജനറൽ ക്യൂലൊക്കെ വരുന്നവർക്ക് ആ വാതിൽമാടം ഉണ്ടല്ലോ, അവിടെ വന്ന് നിന്നിട്ട് ഭഗവാനെ തൊഴുതിട്ട് ബൈപ്പാസ് ആയിട്ട് അങ്ങനെ പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തൊഴുന്നവർക്കാണെങ്കിൽ അവർക്ക് യാതൊരു തടസ്സവുമില്ല. കാരണം ചുറ്റമ്പലത്തിലൊന്നും ദർശന നിയന്ത്രണമില്ല, നാലമ്പലത്തിനകത്തേക്ക് കിടക്കാനായിട്ട് സാധിക്കില്ല എന്നേ ഉള്ളൂ. അത് അത്താഴപൂജ കഴിയുന്നത് വരെയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ സാധാരണ പോലെ തന്നെയാകും. അത് 1-ാം തീയതിത്തെ കാര്യമാണ്. 1-ാം തീയതി വെള്ളിയാഴ്ച. ഇനി 2-ാം തീയതി ശനിയാഴ്ച രാവിലെയും ഭഗവാന് ശുദ്ധി ചടങ്ങുകളൊക്കെ നടക്കും. പക്ഷെ അന്ന് സാധാരണ പോലെ തന്നെയായിരിക്കും കേട്ടോ. പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും, ദർശന നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. 1, 2 ഗുരുവായൂരപ്പൻ്റെ ശുദ്ധി ചടങ്ങുകൾ. ഇനി 3-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായിട്ടുള്ള അയ്യപ്പന് ശുദ്ധി ചടങ്ങുകൾ നടക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം തിങ്കളാഴ്ച 4-ാം തീയതി ഗണപതിക്ക് ശുദ്ധി ചടങ്ങുകൾ നടക്കുകയാണ്. ചൊവ്വാഴ്ച 5-ാം തീയതി ഭഗവതിക്കും ശുദ്ധി ചടങ്ങുകൾ നടക്കുകയാണ് കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ സാധാരണ പോലെ തന്നെയായിരിക്കും, ദർശന നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദർശന നിയന്ത്രണം ഉള്ളത് മെയ് മാസം 1-ാം തീയതിയാണ് കേട്ടോ. അതും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നത് വരെയാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശന നിയന്ത്രണം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ.